ഹെയർ കെയർ. നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വരാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്നുകൂടി അൺസബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കാൾപ്പിന് കൂടുതൽ തണവ് കിട്ടാനായിട്ട്, മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാനായിട്ട്, സ്കാൾപ്പിന് നന്നായിട്ട് തണവൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കാൾപ്പിൽ ഡ്രൈനെസ് ഒക്കെ മാറിക്കഴിഞ്ഞ് താരനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറി മുടി നന്നായിട്ട് തഴച്ചു വളരും. അപ്പൊ അതിനായിട്ട് ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യേണ്ട ഒരു പാക്കാണ് പറയാൻ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഒന്നല്ല 2 ചാനലുണ്ട്. ടിപ്സ് ഫോർ യു A to Z എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വളരെ എളുപ്പത്തിൽ തന്നെ വെറും 7 ദിവസം കൊണ്ട് മാറ്റാനായിട്ട് നമ്മളൊരു 6 വർഷമായിട്ടൊരു ഹെയർ ഓയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഗീതൂസ് ഹെയർ ഓയിൽ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, 6 വർഷം ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണാനായിട്ട് നമ്മൾ 11 പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. സ്കിന്നിലേക്കായിട്ട് സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് ജെൽ, സ്കിൻ വൈറ്റനിങ് സോപ്പ്. അപ്പൊ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് കൊടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം. നമ്മുടെ ഇന്നത്തെ പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതാണ് കേട്ടോ. ഈ ഒരു സംഭവം വെച്ചിട്ട് എന്റെ ചാനൽ തുടങ്ങിയപ്പോഴേ തൊട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് കഞ്ഞിവെള്ളമാണ്. 1 രൂപ പോലും മുടക്കില്ലാതെ നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ കിട്ടുന്ന സംഭവമാണ് ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട്. കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് തലേദിവസം ഉള്ള കഞ്ഞിവെള്ളം ഉപ്പിടാതെ വെച്ചത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന സംഭവം പാക്കായിട്ട് ഒന്നും ചെയ്യണ്ട. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ജസ്റ്റ് ഒന്ന് സ്കാൾപ്പിലും ഹെയറിലും കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി വളർച്ച എന്താ പറയുക, നമ്മൾ അത്രയും പ്രതീക്ഷിക്കാത്തത്ര പോലെ വളരും. ഏത് ഏജുകാർക്കും ചെയ്യാവുന്നതാണ്. താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട്, മുടി നന്നായി നീളം വെക്കാനായിട്ടൊക്കെയും സഹായിക്കുന്നതാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം. 1 രൂപ പോലും ചെലവില്ലാത്തതാണ്. ഇന്ന് തൊട്ട് ചെയ്തു നോക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ തല കഴുകുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ടുള്ള ഒരു പാക്ക് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബൗള് കഞ്ഞിവെള്ളം എടുത്തു വെക്കുക. അതിലേക്ക് നന്നായി കഴുകിയെടുത്ത രാമതുളസി ഇടുന്നുണ്ട് കേട്ടോ. ഇത് എന്നെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ തലയിൽ ഉണ്ടാവുന്ന വിയർപ്പ്, പേശല്യം, താരൻ ഇതെല്ലാം മാറാനായിട്ടാണ് തുളസി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായി കഴുകിയിട്ടുള്ള ഒരു 5 ഇതള് തുളസി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഹെയർ ഉള്ളവരാണ്, മുടിക്ക് നന്നായി തിക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തുളസിയുടെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ മുടിക്ക് നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ വേർപ്പ് മണമൊക്കെ പോവും, പേൻശല്യം ഒക്കെ പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായി കഴുകിയിട്ടുള്ള പനിക്കൂർക്കയുടെ ഇല. ഈ കഴുകിയിട്ടുള്ളതൊന്നും പറയാൻ കാര്യം ഇതിന്റെ അടിയിൽ വെള്ളീച്ച പോലുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. പനിക്കൂർക്കയുടെ ഇല താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട്, മുടിക്കായ പെട്ടെന്ന് മാറാനൊക്കെ സഹായിക്കുന്നതാണ് പനിക്കൂർക്കയുടെ നീര്. അത് ഒരു ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 5 ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ. ഏത് ചെമ്പരത്തിയുടെ ഇലയാണെങ്കിലും എടുക്കാം. നാടൻ ചെമ്പരത്തി തന്നെ വേണമെന്നില്ല. ഇത് നമ്മുടെ ഒരു റെഡ് കളറ് തന്നെ കട്ട ചെമ്പരത്തിയാണ് കേട്ടോ. ഇത് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിയിലെ വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്ക് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. തലയിൽ ഉണ്ടാകുന്ന അഴുക്ക് പോവാനായിട്ട്, മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് ചെമ്പരത്തി വെച്ചിട്ട് കുറെ ഹെയർ പാക്കുകൾ, ഹെയർ ഓയിലുകളൊക്കെ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില. ഒരു 10 കറിവേപ്പില എടുത്തിട്ടുണ്ട്. നാടൻ കറിവേപ്പിലയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നന്നായി കഴുകിയിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ, ഉള്ളി. ചെറിയ ഉള്ളി ആണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് ഉള്ളി കിട്ടില്ല എന്നുണ്ടെങ്കിൽ സവാള വെച്ചിട്ട് അതിൽ ചെയ്യാവുന്നതാണ്. നന്നായി കഴുകിയിട്ടുള്ള ഉള്ളി നന്നായി അരിഞ്ഞ് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒരു രാത്രി ഇങ്ങനെ ഇരിക്കണം. പിറ്റേ ദിവസം ഇത് അരച്ച് സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കാം. ഇത് നമുക്കിപ്പോൾ അറിയാം, ഈ ബൗള് കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ ലിക്വിഡ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി നേരമൊന്നും നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല. ഈ ഒരു പാക്ക് എടുത്ത് സ്കാൾപ്പ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സോളം മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പം തന്നെ കഴുകി കളയാവുന്നതാണ്. അരമണിക്കൂറൊന്നും മറ്റുള്ള പാക്കുകൾ പോലെ വെക്കേണ്ട. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഞാൻ വേറൊരു സൂത്രം കൂടി പറഞ്ഞുതരാം. ഇത് വെള്ളം പോലെയുള്ള കഞ്ഞിവെള്ളമാണ്. ഇത് കുറച്ച് നാൾ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് നല്ല കട്ടി പോലെയുള്ള കഞ്ഞിവെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞ് നല്ല കട്ടിയായിട്ട് കഞ്ഞിവെള്ളം കിട്ടും. അപ്പൊ അതിന്റെ കൂടെ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം അരച്ചെടുക്കാറുണ്ടെങ്കിൽ നമുക്ക് പാക്ക് പോലെ ചെയ്യാം. അരമണിക്കൂർ വെച്ചിരിക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കാം. മുടി എത്ര വളരാത്ത ആളുകൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ പാക്കാണ്. അപ്പൊ എല്ലാവരും ചെയ്തിട്ട് റിസൾട്ട് കമന്റ് ചെയ്യുക.
ചെയ്യാനായിട്ടും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണും. ബൈ.